സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ നടത്തിയ കൗൺസിലിംഗ് റദ്ദാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത കൗൺസിലിംഗ് നടപ്പാക്കണമെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ. കേന്ദ്ര നിലപാടിനെതിരെ സുപ്രീം കോടതിയിൽ എതിർപ്പറിയിക്കുമെന്ന് സ്വാശ്രയ മാനേജ്മെന്റുകൾ. നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ബി.ജെ.പി. പരാജയപ്പെട്ടെന്ന് അമിത്ഷാ. ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ. നരേന്ദ്രമോദി നാളെ കോഴിക്കോട്ടെത്തും. ബി.ജെ.പി. വാഗ്ദാനം ചെയ്ത പദവികൾ ലഭിക്കാത്തതിൽ ബി.ഡി.ജെ.എസിന് അതൃപ്തി. ബാർക്കോഴക്കേസിൽ വിജിലൻസ് മുൻ ഡയറക്ടർ എൻ ശങ്കർ റെഡ്ഡിക്കും SP ആർ സുകേശിനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. 45 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണം. കേസ് ഡയറിയിൽ തിരുത്തുണ്ടെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. അപാകതകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്ന് ശങ്കർ റെഡ്ഡി. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ബി.ജെ.പി. നേതൃത്വം വാഗ്ദാനം ചെയ്ത സ്ഥാനമാനങ്ങൾ നൽകാത്തതിൽ ബി.ഡി.ജെ.എസിന് അതൃപ്തി. കേരളത്തിൽ NDA മുന്നണി രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പാർട്ടിക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. ഇക്കാര്യങ്ങൾ കോഴിക്കോട്ട് നരേന്ദ്രമോദിയുമായി തുഷാർ വെള്ളാപ്പള്ളി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ബോർഡ്, കോർപ്പറേഷൻ, ഹൈക്കോടതിയിലെ നിയമനങ്ങൾ ഇങ്ങനെ 20-ലധികം സ്ഥാനങ്ങളാണ് ബി.ഡി.ജെ.എസിന് നേരത്തെ ബി.ജെ.പി. വാഗ്ദാനം ചെയ്തത്. ഇതിനുവേണ്ട ബയോഡാറ്റകളും സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് വേഗത്തിൽ നടപടിയുണ്ടാകാത്തതാണ് ബി.ഡി.ജെ.എസിന്റെ അതൃപ്തിക്ക് കാരണം. ബി.ജെ.പിയെ പിണക്കാതെ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാനാണ് നീക്കം. അണികളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് കൊണ്ട്, ആരെങ്കിലും കുറച്ചു പേർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് NDA-യുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത തെറ്റാണ്. എന്നാൽ ബി.ഡി.ജെ.എസുമായി അഭിപ്രായ ഭിന്നതയില്ലെന്നും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകളാണ്. ബി.ജെ.പി. കേരളത്തിൽ ശക്തിപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബി.ഡി.ജെ.എസ് ശക്തിയാണെന്ന് കാട്ടി വിലപേശാനാണ് പാർട്ടി തീരുമാനം. അങ്ങനെ ഒരു ചർച്ച പൊതുവേ ഉണ്ട്. ആ ചർച്ച പൊതുവേ ഉണ്ട്. ഇന്ന് പത്രങ്ങളിൽ പലതും വരികയും ചെയ്തില്ലേ? അതൊരു സത്യമല്ലേ? ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ നാളെ ബി.ഡി.ജെ.എസിന്റെ ജില്ലാ ഭാരവാഹികളുടെ യോഗം ചേരുന്നുണ്ട്. മീഡിയ 1 കോഴിക്കോട്, ആലപ്പുഴ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പിണറായി വിജയനെ പണ്ടുമുതലേ ബഹുമാനിക്കുന്ന ആളാണ് താനെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ബി.ജെ.പിയിൽ നിന്ന് അർഹിക്കുന്ന പരിഗണന ബി.ഡി.ജെ.എസിന് ലഭിച്ചിട്ടില്ല എന്നത് സത്യമാണ്. അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആരെയും പോയി കാണുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ബി.ഡി.ജെ.എസിന് അങ്ങനെ ഒരു ചർച്ച പൊതുവേ ഉണ്ട്. ആ ചർച്ച പൊതുവേ ഉണ്ട്. ഇന്ന് പത്രങ്ങളിൽ പലതും വരികയും ചെയ്തില്ലേ? അതൊരു സത്യമല്ലേ? പിണറായി വിജയൻ അദ്ദേഹത്തെ പണ്ട് ഏറെ ബഹുമാനിക്കുന്നവരാണ് ഞാൻ. ഇന്നലെയും ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തള്ളിക്കൊണ്ടോ അദ്ദേഹത്തെ മോശക്കാരനായിക്കൊണ്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും നിഷേധിക്കാൻ സാധിക്കില്ല. ഇന്ന് പിന്നെ ഭരണാധികാരി നിലനിന്നപ്പോഴും പണ്ട് ഓരോ മന്ത്രിയും ഓരോ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ. അത് ആരും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ ഒറ്റ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് ഇന്ന് ഭരണം നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുക എന്നുള്ളത് തന്നെ ഭരണപരമായ ഒരു വിജയമാണ്. ബി.ഡി.ജെ.എസിലെ അതൃപ്തി NDA സഖ്യത്തെ ബാധിക്കുമോ? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. ബി.ജെ.പി. നേതാവ് MS കുമാർ, ബി.ഡി.ജെ.എസ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, CPM നേതാവ് MV ജയരാജൻ എന്നിവർ ചർച്ചയിൽ തത്സമയം ചേരുന്നു. SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി K ഗോപിനാഥിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരനെയും. ശ്രീ MS കുമാർ, കോഴിക്കോട്ട് ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ നടക്കുമ്പോഴാണ് സഖ്യകക്ഷിയുടെ രക്ഷാകർതൃ സ്ഥാനത്തുള്ള നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തുന്നത്. ചെറിയ അസ്വസ്ഥതയെങ്കിലും തോന്നുന്നുണ്ടോ ബി.ജെ.പിക്ക്? ഒരു അസ്വസ്ഥതയും തോന്നുന്നില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം കേരള മുഖ്യമന്ത്രിയെ കാണുന്നതിൽ അസ്വാഭാവികമായി ഒന്നും ഞാൻ കാണുന്നില്ല. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരും, അവരെ കാണേണ്ടി വരും. അതിലിപ്പോൾ എന്താ ഇത്ര വലിയ ഒരു അസ്വാഭാവികത? MS കുമാർ, അങ്ങനെ ഞങ്ങൾക്ക് തോന്നേണ്ട കാര്യം SNDP യോഗം ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ കാണുന്നതിലോ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലോ അല്ല. അതിനുശേഷം പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ താങ്കളിപ്പോൾ കേട്ട് കാണും. നേരത്തെയും ബഹുമാനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബഹുമാനിക്കുന്നു. ശക്തനായ മുഖ്യമന്ത്രിയാണ്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശക്തനായ പാർട്ടി സെക്രട്ടറിയാണെന്ന് ശത്രുക്കൾ പോലും പറഞ്ഞിട്ടുണ്ട്. പ്രശംസ ചൊരിയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടെന്താ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബി.ഡി.ജെ.എസിൻ്റെ അഭിപ്രായം അങ്ങനെയാണെന്നാണ് വരുത്താനാണ് ശ്രമിക്കുന്നത്.
പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറയുന്നു അദ്ദേഹം പണ്ട് മുതലേ ശ്രീ പിണറായി വിജയനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. BDJSൻ്റെ ഔദ്യോഗികമായ എന്തെങ്കിലും ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ശ്രീ പിണറായി വിജയനെ പറ്റി പറയുന്നു. അതിനിപ്പോൾ എന്താ, ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായമില്ലേ എല്ലാവരെക്കുറിച്ചും? അത് തുറന്നു പറയുന്നതിൽ ഇപ്പോൾ നമ്മളെന്തിനാ? ശ്രീ എം വി ജയരാജൻ, ഇവിടെ BJPയുടെ ദേശീയ കൗൺസിൽ യോഗം നടക്കുന്നതിനിടയിലാണ് BDJSൻ്റെ അതൃപ്തി സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. അതിന് തൊട്ടുപിറകെ മുഖ്യമന്ത്രിയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹം അതിനുശേഷം നടത്തിയ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ നടത്തിയ വാക്കുകൾ താങ്കൾ കേട്ടു. നമ്മൾ കേട്ടതിനപ്പുറത്ത് ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ടോ? മുഖ്യമന്ത്രിയെ ശക്തനായൊരു മുഖ്യമന്ത്രിയാണെന്ന് വിശേഷിപ്പിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം, അതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. NDA BDJSനെ വഞ്ചിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ സാരാംശം. BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് BJPയുടെ നേതാക്കൾ തന്നെ മുൻകൈയെടുത്തിട്ടാണ്. അതിനക്കാലത്ത് UDF നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. അങ്ങനെ BDJS രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നായിരുന്നു UDFൻ്റെ ധാരണ. സീറ്റ് നേടിയെടുക്കാൻ 15 എണ്ണമെങ്കിലും കഴിയുമെന്നായിരുന്നു BJPയുടെ ധാരണ. അതൊക്കെ പൊളിഞ്ഞു എന്ന് മാത്രമല്ല, BDJSന് BJPയുടെ വോട്ട് കിട്ടിയില്ല എന്നും BDJSൻ്റെ പ്രവർത്തകന്മാരാകെ BJPക്ക് വോട്ട് ചെയ്തു എന്നുമുള്ള നിലയിൽ BDJSൻ്റെ അകത്ത് ആഭ്യന്തര സംഘർഷവും കുഴപ്പവും ഉണ്ടായി. ഇതുപോലെ BJPക്കകത്തും ഉണ്ടായി. അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് 10-15 സീറ്റ് കിട്ടുമെന്നായിരുന്നല്ലോ. അപ്പോൾ BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ രൂപീകരണത്തിൽ മുൻകൈയെടുത്ത മറ്റൊരു പാർട്ടി, ആ പാർട്ടി അങ്ങനെയൊരു രൂപീകരണം നടത്തുകയും ആ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരുപാട് ഉറപ്പുകൾ നൽകുകയും നിരവധി പദവികൾ, കേന്ദ്ര സർക്കാരിൻ്റെ പദവികൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തതെല്ലാം ഇന്നിപ്പോൾ BDJSനെ ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. താങ്കളിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് BDJSനെ BJP ഒരു സഖ്യകക്ഷി എന്ന നിലയിലുള്ള അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല. അങ്ങനെ പരിഗണന നൽകിയില്ലെങ്കിൽ BDJSൻ്റെ ഭാവി കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്ന സൂചന അദ്ദേഹം ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. വാഗ്ദാനം നൽകിയ പദവികൾ ലഭിക്കാത്തതിലുള്ള അതൃപ്തി അണികൾക്കുണ്ട് എന്ന് BDJSൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു. രണ്ടു കൂട്ടരും പറയുന്നത് ഒന്ന് തന്നെയാണോ? അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, കേൾക്കാമോ? അതെ, ഇവിടെ കേൾക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചില ആശങ്കകൾ അയാൾ പങ്കുവച്ചു എന്നുള്ളതാണ്. BDJSൻ്റെ ഒരു നേതാവ് എന്ന നിലയിലല്ല, മറിച്ച് SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അണികൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ BDJSും BJPയും ഇവിടെ NDA സഖ്യവുമായിട്ട് യാതൊരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആരാധനായ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി, BDJSൻ്റെ നേതാവ്, പ്രസിഡൻ്റായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അത് വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ തീർച്ചയായിട്ടും ഇന്നത് തരാമെന്ന് പറഞ്ഞത് കൊണ്ടല്ല ഈ NDA സഖ്യം ഉണ്ടായത്. സമത്വ മുന്നേറ്റ യാത്രയോടനുബന്ധിച്ച് ഇവിടെ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് BDJS എന്ന് പറയുന്നത്. ആ BDJS ഇന്ന് ഈ സാമൂഹ്യ നീതി നടപ്പിലാക്കാൻ ഏത് സഖ്യത്തോടാണ് കൂടുതൽ യോജിക്കാൻ സാധിക്കുന്നത്, അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ നിന്നുകൊണ്ടാണ് ഇന്ന് പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഇന്ന് വളരെയധികം നമുക്കറിയാം, ഇന്ന് BDJS എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു കൊല്ലം പോലും തികയുന്നില്ല. അതിനു മുന്നേ തന്നെ ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ട ഒരു ഗതികേട് പോലും BDJSനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സഖ്യകക്ഷിയോടുകൂടി തന്നെ ഈ
തുടരുന്ന സഖ്യകക്ഷിയോട് കൂടി തന്നെ മുന്നോട്ട് പോകാനാണ് ഇന്ന് BDJS ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീമതി സംഗീത വിശ്വനാഥ്, ഇവിടെ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് 1 കൊല്ലം പോലും ആയില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചു. 1 കൊല്ലം പോലും ആകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, അവർക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ചില ഉറപ്പുകൾ ലഭിക്കുന്നു. ആ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്ന പരാതി അണികളിൽ ഉണ്ടാവുന്നു. ഇത്രയെങ്കിലും നടന്ന സംഭവമല്ലേ? ഇന്ന സ്ഥാനമാനങ്ങൾ തരാമെന്ന് പറഞ്ഞതുകൊണ്ടല്ല BDJS ഒരു NDAയുടെ സഖ്യകക്ഷി ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും രാജ്യം ഭരിക്കുന്ന NDA സഖ്യത്തോടൊപ്പം BDJS നിലകൊള്ളുമ്പോൾ അതിൻ്റെ ഇത്തരം സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ന്യായമായി അത് പങ്കുവയ്ക്കപ്പെടും. തീർച്ചയായിട്ടും BDJSനും ഉള്ള അവകാശമുള്ള അല്ലെങ്കിൽ അത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് കൊടുക്കും. അത് വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും അതിനുള്ള മൂവ്മെൻറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സംഗീത വിഷയം ഒരൊറ്റ കാര്യം, ഇത്തരം പദവികൾ ലഭിക്കുന്നത് വൈകിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? അതിൽ അതൃപ്തി അണികൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു അതൃപ്തിയില്ല. പക്ഷെ അണികളിൽ ചില ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് BDJS നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരണം നടത്തുന്നവരുമായിട്ട് തീർച്ചയായിട്ടും നാളെ നടക്കാനിരിക്കുന്ന യോഗത്തിൽ അതിനെക്കുറിച്ച് വിശദീകരണം കൊടുക്കുമെന്ന് തന്നെയാണ് BDJSന്റെ നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത്. ശ്രീമതി സംഗീത വിശ്വനാഥ്, ഇന്ന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, മുൻകാലങ്ങളിലെ പോലെ ഏതെങ്കിലും പാർട്ടികൾ ആരുടെയെങ്കിലും പേര് നിർദ്ദേശിച്ചാൽ അത് ഉടൻ തന്നെ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഒരു രീതിയല്ല രാജ്യത്ത് നിലവിലുള്ളത്. ആ പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച് IBA പോലുള്ള ഏജൻസികൾ അന്വേഷിച്ച് ഇത്തരം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് നിയമനങ്ങൾ നടക്കാറ്. ആ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഒരു ഘടകകക്ഷി നിർദ്ദേശിക്കുന്ന പേര് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വിശ്വാസമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് IBA പോലൊരു ഏജൻസി അന്വേഷിച്ച് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നൊരു പാർട്ടിയുമായി എങ്ങനെയാണ് ഒരു സഖ്യം സാധ്യമാവുക? അവിടെ എവിടെയാണ് വിശ്വാസത്തിൻ്റെ അംശമുള്ളത്? ഒരിക്കലുമല്ല. ഇന്ന് മോദി ഗവൺമെൻറ് ഭരിക്കുന്ന ഇന്ന് മോദി ഗവൺമെൻറ് ഭരിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും അത്തരം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഭരണമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചില സിസ്റ്റമാറ്റിക് രീതിയിലൂടെ കൃത്യമായിട്ട് അവരുടെ ഈ കൊടുക്കുന്ന ആളുകളുടെ കൃത്യമായ വിവരശേഖരണം നടത്തിക്കൊണ്ട് അവരതിന് അനുയോജ്യമാണെന്ന് കൃത്യമായി ഗവൺമെൻറ് തല ഉറപ്പ് വരുത്തിക്കൊണ്ട് ഉള്ള ഒരു അപ്പോയിൻമെൻറ്റിലോട്ടാണ് മോദി എല്ലാ മേഖലകളിലും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെയോ വിശ്വാസമില്ലായ്മയുടെയോ ഒരു ക്വസ്റ്റ്യൻ അല്ല. അവിടെ കൃത്യമായിട്ട് ആ സിസ്റ്റമാറ്റിക് ഗവൺമെൻറ് ഭരിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ MS കുമാർ, ഇവിടെ ഒരു ഘടകകക്ഷി നിർദ്ദേശിക്കുന്ന ഒരു പേര്, അത് ആ ഘടകകക്ഷി ഏത് സ്ഥാനത്തേക്കാണെങ്കിലും അവരാലോചിച്ച് ഉചിതമാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പേര് നിർദ്ദേശിക്കുക. അങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്ന പേര് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വിശദീകരിച്ച വിധത്തിലുള്ള പരിശോധനകളൊക്കെ കടന്നതിന് ശേഷമാണോ നിയമനത്തിലേക്ക് എത്തുന്നത്? ഇക്കാര്യത്തിൽ BJPക്ക് വ്യക്തതയുണ്ടോ? BDJS കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വലിയ പ്രാതിനിധ്യം ഉള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം BJPയുമായി ഐക്യത്തിൽപ്പെടുന്നത്, BJPയുമായി ചേർന്ന് NDA സഖ്യത്തിൽ തുടരുന്നത് വ്യക്തമായ ചില സാമൂഹിക മാറ്റത്തിന് വേണ്ടിയാണ്, രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയാണ്. ഏതാനും സ്ഥാനങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കിട്ടാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് ആ മഹാപ്രസ്ഥാനത്തെ അവമാനിക്കുന്നതിന് തുല്യമാണ്.
BJP അങ്ങനെ ഏതെങ്കിലും സ്ഥാനങ്ങൾ ആർക്കെങ്കിലും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് സഖ്യകക്ഷികളെയോ വ്യക്തികളെയോ BJPയിലേക്ക് ചേർക്കുന്ന പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ല. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. ശ്രീ MS കുമാർ, ഒറ്റ കാര്യം ദയവായി ക്ഷമിക്കുക, ഇടപെടുന്നുണ്ട്. ഒറ്റ കാര്യം, ചില സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനങ്ങൾ അനുവദിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് അനുവദിക്കുന്നത് വൈകുന്നതിനുള്ള കാരണവും തുഷാർ വെള്ളാപ്പള്ളി വിശദീകരിക്കുന്നു. അതാണ് ഞാനിവിടെ പറഞ്ഞത്. BDJS നിർദ്ദേശിച്ച പേരുകൾ, അത് അമിത്ഷായ്ക്കാണ് അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് കൊടുത്തത്. അമിത്ഷാ BJPയുടെ ദേശീയ പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ പേരുകൾ കൈമാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് അംഗീകരിച്ചാൽ IBയുടെ അന്വേഷണത്തിന് വിടും. IBയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയതിന് ശേഷമേ ഇത്തരം നിയമനങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമായി തുഷാർ വെള്ളാപ്പള്ളി വിശദീകരിക്കുകയുണ്ടായി. കൊയർ ബോർഡ്, നാളികേര വികസന ബോർഡ്, റബ്ബർ ബോർഡ് ഇത്യാദി ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും ചെയർമാൻ അംഗങ്ങൾ, ഇവയിലേക്കുള്ള നിയമനത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നതൊക്കെ. എനിക്കറിയില്ല അങ്ങനെ അഖിലേന്ത്യാ പ്രസിഡന്റിന് കത്ത് കൊടുത്തിട്ടുണ്ടോ എന്നും അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന അറിവാണ്. സാധാരണ നിലയിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കാം എന്ന് പറയുന്ന ഒരു പാരമ്പര്യം BJPയിലില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ബന്ധങ്ങൾ ഏതെങ്കിലും മുന്നണിക്ക് ഘടകകക്ഷികളായി പ്രവർത്തിക്കാൻ സാധിക്കുമോ? BDJS അതിനൊക്കെ അതീതമായ വളരെ വിശാലമായ ഒരു രാഷ്ട്രീയ താല്പര്യവും സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ മുന്നണി ബന്ധം ഉലയുന്നില്ല. ഇപ്പോൾ വരുത്താൻ ശ്രമിക്കുന്നത് എന്താ? NDA സഖ്യം തകർന്നു. ഞാൻ ചോദിക്കട്ടെ, UDF LDF അതിലെല്ലാം ഭദ്രമാണോ? അതിലെ ഘടകകക്ഷികൾ ഇത്രയോ അകൽച്ചയിൽ നിൽക്കുന്നവരാണ്. ശ്രീ MS കുമാർ, NDA സഖ്യം തകർന്നു എന്ന് വരുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യവുമില്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, BJP BDJS സഖ്യത്തിൽ യാതൊരു ഉലച്ചിലുമില്ല എന്ന്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ചോദിക്കുന്നത്. BJP ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടോ BDJSനെ NDAയുടെ ഭാഗമാക്കുമ്പോൾ ഏതെങ്കിലും പദവികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കുന്നതിൽ എന്താണ് ഇത്രയും കാലതാമസം? ഇക്കാര്യത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് എന്തെങ്കിലും അറിവുണ്ടോ? എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സ്ഥാനങ്ങളും അങ്ങനെ വാഗ്ദാനം ചെയ്തുകൊണ്ടൊരു കക്ഷിക്കും, നമുക്ക് മാത്രമല്ല ഒരു പ്രസ്ഥാനത്തിനും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ, ദൃഢമായ ബന്ധം ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്തായാലും BJPയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ, SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ K. ഗോപിനാഥൻ, ഇവിടെ ചില പദവികളെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രത്യക്ഷത്തിൽ ഒരു അതൃപ്തി BDJSന് BJPയോടുള്ളതിന് കാരണമായി ഉയർത്തിക്കാണിക്കപ്പെടുന്നത്. അതുമാത്രമാണോ BDJSൻ്റെ അണികൾക്കിടയിലുള്ള അതൃപ്തി BJPയുടെ കാര്യത്തിൽ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു അഭിപ്രായ ഐക്യമുണ്ടായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഏർപ്പെടുമ്പോൾ അത് ചില വിശ്വാസ്യതകളുടെ പ്രശ്നമുണ്ടല്ലോ. ആ വിശ്വാസ്യത നിലനിർത്തേണ്ടത് ഇരു പാർട്ടികളുടെയും ആവശ്യമാണ്. ഞാൻ ഈ BJPക്കാരനുമല്ല BDJSകാരനുമല്ല, എങ്കിൽ പോലും പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ചക്കാരനെന്നുള്ള നിലയിൽ ഈ പാർട്ടികളുടെ വിശ്വാസ്യതയാണ് ഇതിനകത്ത് പ്രശ്നം. BJP BJDSനെ വിശ്വസിക്കുന്നുണ്ടോ? BDJSും അല്ലെങ്കിൽ അതിന്റെ അണികളും BJPയെ വേണ്ടത്ര തോതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദീർഘമായ കാലയളവ് ഇതിനു വേണ്ടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല പല ഒരു പാർട്ടി നിശ്ചയിക്കുന്ന ആളുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു ഗവൺമെന്റിന്റെ കടമയാണ്. എങ്കിൽ പോലും അതൊക്കെ രണ്ടു കൂട്ടരും നേരത്തെ കൂട്ടി ആലോചിച്ച് തീരുമാനിച്ച് എടുക്കേണ്ട കാര്യമാണ്. അത് വലിയ കാലതാമസമൊന്നും വരുത്തേണ്ടതില്ല. അപ്പൊ ഈ കാലതാമസം വരുത്തുന്നത് കൊണ്ട് അഭിപ്രായ വ്യത്യാസമോ വിശ്വാസ്യത ഭംഗമോ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അല്ലാതെ അതിനകത്ത് ഞാനൊരു വ്യത്യസ്ത രാഷ്ട്രീയക്കാരനെന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് ഒരു ആഴത്തിലിറങ്ങി ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ വന്നിട്ടില്ല. ശ്രീ ഗോപിനാഥൻ, ഇവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് BDJSൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന യാത്ര നടന്നത്. അതിൻ്റെ ഭാഗമായി SNDP യോഗത്തിലെ വലിയൊരു വിഭാഗം BDJSലേക്ക് എത്തുമെന്നും
അത് BJPയെ അല്ലെങ്കിൽ BJP സഖ്യത്തെ ശക്തിപ്പെടുത്തും എന്നുമൊക്കെ വിശ്വസിച്ചിരുന്നു. അതിന് തെളിവായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ വർധന ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ പരസ്പര വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം ഈ പാർട്ടികൾക്കിടയിൽ ഇല്ലാതായി പോകുന്നു എന്നത് ഒരു പ്രധാന ഘടകമല്ലേ? അതുണ്ടാക്കിയെടുക്കാൻ പാകത്തിലുള്ള ആശയപരമായ ഐക്യം ഇവർക്കിടയിൽ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിശ്ചയമായിട്ടും ആശയപരമായിട്ടുള്ള ഒരു ഐക്യം വേണ്ടത്ര തോതിൽ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം BDJSന്റെ ശക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് BJPക്ക് ഇനിയും പഠിക്കേണ്ടതായിട്ട് ആണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ BDJSന്റെ അണികൾ എത്രമാത്രം അതിനകത്ത് എത്ര നാൾ നിലനിൽക്കുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. SNDP യോഗത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെങ്കിൽ പോലും അതിനകത്ത് എത്ര ഭിന്നമായ അഭിപ്രായമുള്ള ആളുകളുണ്ട്. SNDPയുടെ നാളെ നിലപാട് മാറിയാൽ ഇതൊക്കെ തീരത്തില്ലേ? SNDPയുടെ നിലപാട് മുൻപ് SNDP ചില രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തെറ്റാണെന്ന് ഒരു സുപ്രഭാതത്തിൽ തോന്നിയപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം അത് എത്ര നാൾ നിലനിൽക്കുമെന്നുള്ളത് നമുക്കാർക്കും ഒരു ഉറപ്പായി പറയാൻ കഴിയില്ല. അപ്പോൾ ആ നിലയിൽ ഇവർക്ക് രണ്ടുപേർക്കും തൃപ്തമായ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായ ഒരൊറ്റ കാര്യം കൂടി ശ്രീ K. ഗോപിനാഥൻ, BJPയുടെ ദേശീയ കൗൺസിൽ യോഗം കേരളത്തിൽ നടക്കുന്നു. കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് NDA ശക്തിപ്പെടുത്തുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്ന ആലോചനകൾ ഗൗരവതരത്തിൽ നടക്കുന്നു. ആ ഘട്ടത്തിലാണ് ചെറുതെങ്കിൽ ചെറുത് ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് BJP അല്ലെങ്കിൽ BDJS നേതൃത്വം രംഗത്ത് വരുന്നത്. അതിനെ പിന്തുണച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി രംഗത്ത് വരുന്നു. തൊട്ടുപിറകെ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു. പിണറായി വിജയൻ കരുത്തനായ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ നേരത്തെയും ബഹുമാനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബഹുമാനിക്കുന്നു എന്ന പ്രസ്താവന നടത്തുന്നു. വെള്ളാപ്പള്ളി നടേശനും BDJSും ഒരു സമ്മർദ്ദം BJPക്ക് മേൽ ചെലുത്താൻ ശ്രമിക്കുകയാണോ? അല്ല, അതിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടെന്ന് പറയുന്നത് ഒരു ഉറച്ച നിലപാടായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇന്ന് പറയുന്നതായിരിക്കത്തില്ല നാളെ പറയുന്നത്. ഇന്നലെ LDFനെയും പിണറായി വിജയനെയും കുറിച്ചൊക്കെ വളരെ മോശമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അത് മാറ്റി അദ്ദേഹം പിണറായി വിജയൻ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായപ്പോൾ അതിനൊക്കെ മാറ്റം രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ SNDP യോഗത്തിന് ഗുണകരമായ മാറ്റം ഗവൺമെന്റിന്റെ മാറ്റം കൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വരവോടുകൂടി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായ നിലനിൽപ്പിന് ദോഷം ചെയ്യുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടി അദ്ദേഹം കൊള്ളാവുന്നവനാണ്, യോഗ്യനാണ്. മുമ്പ് ഉമ്മൻചാണ്ടി കൊള്ളാവുന്നവനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉമ്മൻചാണ്ടി മോശക്കാരനാണ്, വിഷ്ണു അതുപോലെ തന്നെ സുധീരൻ മോശക്കാരനാണ്, ഇങ്ങനെയൊക്കെ മാറി മാറി പറയുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് BJPക്കാർ എത്രമാത്രം അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്വീകരിക്കും എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ശരിയായിട്ടില്ല. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് K. ഗോപിനാഥൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ MV ജയരാജൻ, ഇവിടെ BDJSന്റെ ഭാഗത്തു നിന്ന് ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ചില അതൃപ്തികളുണ്ട്, അണികളിൽ ചില അതൃപ്തിയുണ്ട്, അണികൾക്ക് അതൃപ്തിയുണ്ട് എന്ന് പരസ്യമായി പറയുന്നു. പിന്നീട് BJP BDJS സഖ്യത്തിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നു. ദേശീയ കൗൺസിൽ നടക്കുകയാണ്, പാർട്ടിയെ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വലിയ ശ്രമം അവർ നടത്തുന്നു എന്ന് BJP നേതാക്കൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമം, അതല്ലേ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ ചെയ്യുന്നത്? ഇവിടെ BDJS SNDPയുടെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളാണ് SNDP മുറുകെ പിടിക്കേണ്ടത്. ശ്രീനാരായണീയന്മാർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ദർശനം അതൊരിക്കലും BJPയുടെ പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നതല്ല.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശമാണ് ഗുരു നാട്ടിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ BJP ന്യൂനപക്ഷ ദളിത് വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ രണ്ട് വിഭാഗത്തിൻ്റെയും യോജിപ്പിന് അവരോരോന്നിൻ്റെയും പ്രത്യയശാസ്ത്രവും ദർശനവും തമ്മിൽ പൊരുത്തമില്ലാത്തതുകൊണ്ട് ഭിന്നത അതിശക്തമാണ്. എന്നാൽ ഇപ്പോൾ വന്ന പ്രശ്നം എന്താ? BDJS രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് രാജ്യസഭാ സീറ്റും BDJS രൂപീകരിച്ചതോടുകൂടി കേന്ദ്ര ബോർഡുകളിൽ ചെയർമാൻ അടക്കമുള്ള പദവികളും നൽകണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ BDJSൻ്റെ സ്ഥാപക നേതാക്കന്മാർ BJPയുടെ നേതൃത്വത്തിൻ്റെ മുമ്പാകെ ഉന്നയിച്ചിരുന്നു. അമിത്ഷാക്ക് എഴുതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമിത്ഷായുമായി നിരവധി ചർച്ചകൾ നടത്തി. ഒടുവിൽ അമിത്ഷാ BJPയുടെ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി സന്തോഷിനെ ചുമതലപ്പെടുത്തി. അവരുമായി ചർച്ച നടത്തി. മധ്യസ്ഥനായി നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്ന രാജീവ് ചന്ദ്രശേഖർ MP ഇപ്പം നിരാശയിലാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞു BJP വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ നൽകുമെന്ന് BJP നേതൃത്വം പറഞ്ഞിരുന്നു, അത് നൽകിയില്ല. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ എന്താ? ചില ഭിന്നതകളുണ്ട്, അത് നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും. എന്നാൽ കുമ്മനം പറയുന്നത് എന്താ? ഒരു ഭിന്നതയും ഇല്ലെന്നാണ്. പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തർക്കങ്ങൾ? ഇവിടെ ബഹുമാന്യായ BDJSൻ്റെ നേതാവ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടൊന്ന് പറഞ്ഞു, അണികളിൽ ചില അസംതൃപ്തിയുണ്ട്, അത് തന്നെയാണ് തർക്കം. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും RSSൻ്റെ പ്രത്യയശാസ്ത്രവും പൊരുത്തപ്പെടുന്നതല്ല എന്നതാണ്. അതിനൊരു കേന്ദ്ര ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം കിട്ടിയാലൊന്നും മാറ്റാൻ കഴിയുന്നതല്ല. ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയുള്ള സമ്മർദ്ദതന്ത്രമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയും മറ്റും നടത്തുന്നതെങ്കിൽ BDJSൻ്റെ അണികൾ തന്നെ അവരെ പിടിച്ചിരുത്തുക തന്നെ ചെയ്യും. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന മലയാളികൾ ഒരിക്കലും അതിനോട് യോജിക്കില്ല. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കി ചിത്രീകരിക്കാൻ നോക്കുകയാണ്. അത് മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഗാന്ധിജിക്ക് പകരം ഗോഡ്സെയെ നായകനാക്കി അവതരിപ്പിക്കുന്നത് ഭാരതീയർക്ക് യോജിക്കാൻ പറ്റുമോ? അതുപോലെ മാവേലിയല്ല വാമനനാണ് ഓണം ആഘോഷിക്കാൻ പ്രചോദനമെന്ന് പറഞ്ഞാൽ അത് ദേശീയോത്സവമായി മലയാളികൾ കാണുന്ന ആ ഓണാഘോഷത്തെ പരിഹസിക്കലല്ലേ? ശ്രീ എം വി ജയരാജൻ, ഞാൻ മടങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, ഈ പറഞ്ഞ വിധത്തിൽ ഇപ്പോൾ എം വി ജയരാജനൊക്കെ പറയുന്ന വിധത്തിലുള്ള ആശയപരമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ടോ ഈ അണികളുടെ അസംതൃപ്തിക്ക് പിന്നിൽ? ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെ എം വി ജയരാജൻ BDJSനെ SNDPയുടെ ഒരു പാർട്ടിയായി മുദ്ര കുത്തപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരിക്കലും BDJS എന്ന പാർട്ടി SNDPയുടെ ഒരു പാർട്ടിയായിട്ടല്ല ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനായാലും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആയാലും ഇതിൻ്റെ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഒരു ഐക്യമായിരുന്നു ഈ BDJSൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന്. അത് യഥാർത്ഥത്തിൽ അത് സത്യമായിരിക്കെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത് SNDPയുടെ ഒരു പാർട്ടിയാക്കിയെന്ന തരത്തിലേക്ക് അതിനെ മുദ്ര കുത്തപ്പെടുന്നത് ഒട്ടും ശരിയല്ല. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയായിട്ട് തന്നെയാണ് BDJS ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മതേതര സ്വഭാവമുള്ള ഇന്ന് BJP ആയാലും ഇവിടെ ഭരിക്കുന്ന BJP ആയാലും മറ്റ് ഘടകകക്ഷികളും NDAയുടെ കൂടി യോജിച്ചിട്ടുള്ള മറ്റ് ഘടകകക്ഷികളും എല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം തുല്യനീതി, സാമൂഹ്യനീതി ഇവിടെ നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിനോട് യോജിക്കുന്നത് കൊണ്ടാണ് BDJS NDA സഖ്യത്തിലോട്ട് ഇന്ന് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഈ BDJS രൂപീകരിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ആദ്യം മുതൽക്ക് തന്നെ ഇവിടെ നേതാക്കന്മാരടക്കം
ഇതിന്റെ നേതൃത്വം, ഉന്നത നേതൃത്വം എല്ലാവരും അത് വളരെയധികം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല പാർട്ടിയെങ്കിൽ പോലും സ്ഥാനമാനങ്ങൾ ചിലത് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ സംഗീത വിശ്വനാഥിന് എന്താണ് പറയാനുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. BJP സംസ്ഥാന നേതൃത്വം നൽകാത്ത ലിസ്റ്റ് വിവിധ ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും സ്ഥാനങ്ങളിലേക്ക് BJP സംസ്ഥാന നേതൃത്വം ലിസ്റ്റ് നൽകാത്തത് കൊണ്ടാണ് BDJSന്റെ ലിസ്റ്റ് പോലും അംഗീകരിക്കപ്പെടാത്തത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ MS കുമാറിൻ്റെ വിശദീകരണവും നമുക്കറിയാം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ MS കുമാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയിട്ട് 2 വർഷം പിന്നിടുന്നു. 2 വർഷവും 4 മാസവുമാകുന്നു. ഇതുവരെ ബോർഡുകളും കോർപ്പറേഷനുകളും പുനഃസംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കയർ ബോർഡ്, കോക്കനട്ട് ബോർഡ്, റബ്ബർ ബോർഡ് എന്ന് തുടങ്ങി കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ വരേണ്ട ബോർഡുകളും കോർപ്പറേഷനുകളും ഒന്നും പുനഃസംഘടിപ്പിച്ചിട്ടില്ല. അതിൽ BJP സംസ്ഥാന സമിതി നൽകേണ്ട പേരുകൾ അത് നൽകാത്തതാണ് പുനഃസംഘടന വൈകുന്നതിന് ഒരു കാരണം എന്ന് BDJS നേതാക്കൾ രഹസ്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾക്കുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നത് എന്നും. BJP സംസ്ഥാന ഘടകത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണോ യഥാർത്ഥത്തിൽ നിയമനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്, അതുവഴി BDJSനെ അതൃപ്തിയിലാക്കുന്നത്? നോക്കൂ, ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുക്കേണ്ടതാണ്. അതൊന്നും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അഭിപ്രായങ്ങൾ പറയേണ്ട വിഷയമല്ല. മറ്റൊന്ന്, അതൊക്കെ യഥാസമയം അർഹരായവരെ BJP സംസ്ഥാന നിർദ്ദേശിച്ചുകൊള്ളും, അവർ വന്നുകൊള്ളും. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് BDJS അസ്വസ്ഥരാണെന്നും അവർ വിട്ടുപോകുന്നു എന്നൊക്കെ പറയുന്നത് ആ പ്രസ്ഥാനത്തിനോടുള്ള അങ്ങേയറ്റം ആ പ്രസ്ഥാനത്തെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അതിനേക്കാളൊക്കെ ഉപരി എത്രയോ മഹത്തായ ഒരു ലക്ഷ്യ സാധൂകരണത്തിനാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, BDJSഉം BJPയും 2 പ്രസ്ഥാനങ്ങളാണ്. നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകൾ ഉള്ളതുകൊണ്ടാണ് 2 പാർട്ടികളും NDAയിൽ തുടരുന്നത്. യോജിപ്പില്ലാത്ത ചില മേഖലകൾ കാണും, ചർച്ച ചെയ്ത് പരിഹരിക്കും. എൻ്റെ സുഹൃത്ത് ശ്രീ ജയരാജൻ, അദ്ദേഹം നാരായണ ഗുരുദേവ ദർശനങ്ങളെയൊക്കെ പറ്റി വല്ലാതെ ആവേശം കൊള്ളുന്ന കണ്ടു. എൻ്റെ ശ്രീ ജയരാജൻ, നിങ്ങൾ തന്നെയല്ലേ നാരായണ ഗുരുവിൻ്റെ രൂപമുണ്ടാക്കി കുരിശിൽ തറച്ച് കണ്ണൂരിലെ തെരുവുകളിലൂടെ വലിച്ചഴച്ചത്? അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ അപമാനിച്ച, വലിയൊരു സമൂഹത്തെ വേദനിപ്പിച്ച നിങ്ങൾക്ക് ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ച് ഇത്ര വലിയ ആവേശമൊന്നും വേണ്ട. ശ്രീനാരായണ ഗുരുദേവനെ ആത്മാർത്ഥമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തെ നിത്യവും സ്മരിക്കുന്ന പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് അതിൻ്റെ പേരൊന്നും പറഞ്ഞ് BDJSനെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കേണ്ട. BDJS ഞങ്ങളും ഒരേ ഘടകകക്ഷിയിൽ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഘടകകക്ഷികളാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില്ലറ നീരസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അതൊന്നും വലിയ ഒരു വിഷയമായി ഞാൻ കാണുന്നില്ല. ഇത് കാര്യം മനസ്സിലാക്കും. ഇന്നൊരു കൃത്യമായ അജണ്ടയുണ്ട്. BJPയുടെ ദേശീയ സമ്മേളനം തുടങ്ങുന്ന ദിവസം ഒരു പ്രധാന ദിനപത്രത്തിൽ വാർത്ത വരിക, BDJSും BJPയും തമ്മിൽ ബന്ധം ഉലയുന്നു. എന്നിട്ട് അതിൻ്റെ പ്രതികരണം പോയി അന്വേഷിക്കുക, അത് വാർത്തയാക്കി പിന്നെ അതിനെ ചർച്ചയാക്കുക. ഇതെല്ലാം ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. അവിടെ തന്നെയാണ് താങ്കൾ ഈ സൂചിപ്പിച്ച കാര്യത്തിൽ തന്നെയാണ് പ്രധാന സംഗതി. ശ്രീ MS കുമാർ, എന്താണ് ഈ ഹിഡൻ അജണ്ട? BJP അല്ലെങ്കിൽ BDJSന് അതൃപ്തിയുണ്ട് എന്ന വാർത്ത ഒരു പത്രത്തിൽ വെറുതെ പ്രത്യക്ഷപ്പെടില്ല എന്ന് എനിക്കും MS കുമാറിനും അറിയാം. അതെവിടെ നിന്നെങ്കിലും കൃത്യമായി പറഞ്ഞു കൊടുത്തതാകണം. അതിന് തൊട്ടു പിറകെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആ അതൃപ്തിയെ സാധൂകരിച്ചുകൊണ്ട് സംസാരിച്ചത് അത് മാധ്യമങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ BDJSനൊരു അജണ്ടയുണ്ട്. ദേശീയ കൗൺസിൽ കോഴിക്കോട്ട് നടക്കുമ്പോൾ, കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, മുന്നണിയെ ശക്തിപ്പെടുത്താൻ ആലോചനകൾ നടക്കുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്ന അജണ്ട BDJSനുണ്ട്. ആ അജണ്ടയെക്കുറിച്ചാണോ BJP നേതാവ് സംസാരിക്കേണ്ടത്? അല്ല, BDJSനുള്ള അജണ്ടയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. BJPയുടെ വളർച്ചയിൽ അസ്വസ്ഥരാകുന്ന മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരുണ്ടാക്കുന്ന വാർത്തകളാണ്. എന്നിട്ട് ആ വാർത്തയുടെ പിന്നാലെ പ്രതികരണങ്ങൾ തേടുക, ആ പ്രതികരണങ്ങൾ കൂടി വെച്ചുകൊണ്ട് ചർച്ച നടത്തുക. ഇതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള അജണ്ട. പക്ഷേ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ മറ്റുള്ളവരോ അല്ല ഇതിനോട് പ്രതികരിച്ചത്. BDJSന് രൂപം നൽകാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് കൃത്യമായി പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ടെലിഫോൺ അഭിമുഖത്തിൻ്റെ കോട്ട് താങ്കൾക്ക് നെറ്റിൽ വായിക്കാം. ഒരു സഖ്യകക്ഷി എന്ന നിലയിലുള്ള മാന്യത BJP കാണിക്കുന്നില്ല. നൽകാമെന്ന് പറഞ്ഞ പദവികളും മറ്റു വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ല. ഇങ്ങനെ എങ്ങനെയാണ് ഒരു സഖ്യകക്ഷിയായി തുടരാൻ സാധിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹമാണ് ചോദിക്കുന്നത്, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ അതിൻ്റെ നേതാക്കളോ അല്ല. BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഇതൊന്നും BJP BDJS ബന്ധത്തെ ഉലയ്ക്കുന്ന കാര്യങ്ങളല്ല. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ ചില്ലറ മനപ്രയാസങ്ങളോ അവരുടെ അണികളിലുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കും.
ഇതൊന്നും ഒരു മുന്നണി സംവിധാനത്തിലെ ആദ്യത്തെ കാര്യമല്ല. കേരളം മുന്നണി രാഷ്ട്രീയത്തിന് അപരിചിതമായ ഒരു സംസ്ഥാനമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, CPIയും CPMും തെരുവിൽ തല്ലിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നിട്ട് LDF നിൽക്കുന്നില്ലേ? ശ്രീ ജയരാജനൊക്കെ LDF നേതാക്കന്മാരായിട്ട് ഇപ്പോഴും തുടരുന്നില്ലേ? എത്ര ജില്ലകളിൽ CPI അണികളുമായിട്ട് അവരുടെ അണികൾ തല്ല് നടത്തുകയാണ്? നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലേ? എല്ലാ മുന്നണികൾക്കകത്തുമുണ്ട്. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ട് അവരെല്ലാം പ്രവർത്തിക്കുന്നത്. യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ പരമാവധി യോജിക്കുകയും യോജിപ്പില്ലാത്ത മേഖലകളിൽ ചർച്ചകളിൽ കൂടി പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മുന്നണി സംവിധാനത്തിന്റെ കെട്ടുറപ്പിന്റെ ഭദ്രത. ആ ന്യായം, ആ വാദവും ഞങ്ങൾക്ക് ബാധകമല്ലേ? ശ്രീ MS കുമാർ, അവിടെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നു അത്തരം ചർച്ചകൾ നടക്കുന്നില്ല, ചർച്ചകൾ നടത്തി തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നില്ല. അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. ഇത് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അത്തരം ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് BJPയുടെ ദേശീയ കൗൺസിൽ നടക്കുന്നതിന് അന്ന്, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് നടക്കുന്നതിൻ്റെ അന്ന് രാവിലെയാണ്. അതുകൊണ്ടാണ് സമ്മർദ്ദം എന്നൊരു അജണ്ട BDJSനുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത്. അല്ല, ചർച്ചകൾ നടത്തുമല്ലോ, ചർച്ചകൾ നടക്കും സ്വാഭാവികമായിട്ടും. അദ്ദേഹത്തിന്റെ നിർദ്ദേശം തീർച്ചയായിട്ടും BJP നേതൃത്വം മുലകുലക്കിന് എടുക്കും. BJP നേതൃത്വം BDJSനുമായിട്ട് ചർച്ചകൾ നടത്തും. അതുകൊണ്ട് തർക്കങ്ങളെല്ലാം പരിഹരിക്കും. വേറെ ഒന്നും ഇതിൽ നിന്ന് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. റൈറ്റ്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, ഇന്ന് ചേർന്ന BDJS നേതൃയോഗം NDA യോഗത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ആലോചിച്ച് കാണും. ഈ പറയുന്ന അണികളുടെ അതൃപ്തി, ആ അതൃപ്തിക്ക് കാരണമാകുന്ന സംഭവങ്ങൾ, ഇതൊക്കെ NDAയിൽ ഉന്നയിക്കാൻ ഇപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷൻ വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗത്തിൽ ഉന്നയിക്കാൻ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ MS കുമാർ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തുകയാണ്. ഇവിടെ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ അനുഗ്രഹത്താൽ തന്നെയാണ് BDJS എന്ന ഈ പ്രസ്ഥാനം ഉണ്ടായതെങ്കിലും ഇന്ന് BDJSൻ്റെ നേതൃത്വം വളരെ വ്യക്തമായി ഇന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ഈ കോർപ്പറേഷനുകളോ മറ്റു ബോർഡുകളോ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ന്യായമായ പങ്കുവെക്കലുകൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളി വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട ലിസ്റ്റുകളോ മറ്റോ കേന്ദ്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടും അതിൻ്റെ ടെക്നിക്കൽ രീതിയിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം അത്തരം സ്ഥാനമാനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് നേതൃത്വം ഇരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ചില നേരത്തെ സൂചിപ്പിച്ച പോലെ ചില അണികളിലുണ്ടായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ. നേരത്തെ ശ്രീ MS കുമാർ സംസാരിച്ചപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിൻ്റെ അറിവിലേക്കെങ്കിലും, BJPയുടെ നേതൃതലത്തിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അറിവിലേക്കെങ്കിലും ഈ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച ചർച്ചകളോ അല്ലെങ്കിൽ അത്തരം വാഗ്ദാനങ്ങളോ ലിസ്റ്റ് ചോദിക്കലോ ലിസ്റ്റ് കൊടുക്കലോ ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ അറിവിലേക്കെങ്കിലും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. BDJS നേതൃത്വത്തിന് അക്കാര്യത്തിൽ ഉറപ്പുണ്ട്. ചില സ്ഥാനമാനങ്ങൾ നൽകാം എന്ന ഉറപ്പുണ്ടായിരുന്നു. അതിന് ലിസ്റ്റ് ചോദിച്ചിരുന്നു, അത് കൊടുത്തിരുന്നു. ഇത്തരം ഉറപ്പുകൾ അത് സ്വാഭാവികമാണ്. ഒരു NDA സഖ്യത്തിലിരിക്കുമ്പോൾ ഇത്തരം സ്ഥാനമാനങ്ങൾ സ്വാഭാവികമായി ഘടകകക്ഷികൾക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾക്കനുസരിച്ച് പിന്നീട്, അതായത് ഈ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ഥാനമാനങ്ങളോ കുറിച്ചോ യാതൊരു ചർച്ചയുമില്ലാതെ പിന്നീട് സ്വാഭാവികമായി ഒരു സഖ്യകക്ഷി എന്ന നിലയ്ക്ക് തരേണ്ടതായ ചില കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് അണികളിൽ എന്തുകൊണ്ടൊരു സഖ്യകക്ഷിയായി നിൽക്കുമ്പോൾ ഇത്തരം സ്ഥാനമാനങ്ങൾ തരുന്നതിന് വൈകിപ്പോകുന്നു എന്ന് ചില അണികളിൽ മാത്രം, അത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആശങ്കകൾ പങ്കുവെച്ചപ്പോൾ ഉണ്ടായ അഭിപ്രായ പ്രകടനം മാത്രമാണ്. അത് BDJSൻ്റെ നേതൃത്വത്തിനുള്ള ഒരു പരാതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉലച്ചിലുകൾ ഉണ്ടാവേണ്ട സംഭവ വികാസങ്ങളിലേക്കോ ഒന്നും തന്നെ അത് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീമതി സംഗീത വിശ്വനാഥ്, ഇവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാവിലെ ഈ ആശങ്കകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. BJP BDJS ബന്ധത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, അണികളിൽ ചിലർക്ക് അതൃപ്തിയുണ്ട്, അത് ഞങ്ങൾ തന്നെ പരിഹരിക്കേണ്ട കാര്യമാണ്, അതിന് NDAയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അതിനുശേഷവും വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി കൃത്യമായി പറഞ്ഞു BJP BDJS ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന്.
അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചില ഇത്തരം അണികളിൽ നിന്ന് കിട്ടിയ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ BDJSന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമോ അല്ല. അത് ചില അണികൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് തന്നെയാണ് BDJSും പറയുന്നത്. BDJSലെ ചില അണികളിൽ എന്തുകൊണ്ട് ഇത്തരം സ്ഥാനമാനങ്ങളിൽ വൈകിക്കുന്നു എന്ന ചില ചിന്തകൾ ഉണ്ടായത്. അത് തീർച്ചയായിട്ടും പരിഹരിച്ചു കൊടുക്കാനായിട്ട് നാളെ കൂടുന്ന യോഗത്തിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കുന്നതായിരിക്കും. പിന്നീട് അത് BDJSന്റെ നേതൃത്വത്തിന് ഉത്തരവാദിത്തം തന്നെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു ആശങ്കകൾ അണികൾക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് BDJSന്റെ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. വിശ്വസിക്കുന്നത് പോലെ BJP നേതൃത്വവുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ പാകത്തിലുള്ള ഒരു അന്തരീക്ഷം അത് നിലവിലുണ്ട് എന്ന് BDJS നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. അത് BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അത് ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയേണ്ട കാര്യമല്ല എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ BDJS നേതാക്കൾ തന്നെ അനൗദ്യോഗികമായി പറയുന്നത് BJP നേതാക്കൾ ഇക്കാര്യങ്ങളിൽ ലിസ്റ്റ് കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കൂടി നിയമനം വൈകുന്നത് എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അക്കാര്യത്തിലേക്ക് ഒരിക്കൽ കൂടി ചോദിക്കുന്നത്. BDJSന്റെ ലിസ്റ്റ് അംഗീകരിക്കുന്നതിനൊപ്പം BJPയുടെ ലിസ്റ്റ് കൂടി ഉണ്ടാകുമോ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ചാനൽ ചർച്ചയ്ക്ക് ഉപയുക്തമാക്കേണ്ട കാര്യമില്ല. അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. മറ്റ് BJPക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ച് എന്ത് അഭിപ്രായവും പറയാം, എന്ത് ധാരണയും വച്ചു പുലർത്താം. പക്ഷേ എനിക്ക് ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട്, അതെന്തുകൊണ്ട് താമസിക്കുന്നു, എന്തുകൊണ്ട് അയക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമാണ്. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. കൃത്യസമയത്ത് അയക്കേണ്ട ലിസ്റ്റുകൾ അയക്കേണ്ടിടത്ത് അയക്കും. റൈറ്റ്. അവസാനമായി ഞാൻ MV ജയരാജനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ MV ജയരാജൻ, ഇവിടെ പദവികൾ സംബന്ധിച്ചുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഈ പാർട്ടികൾക്കിടയിലില്ല. അത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേയുള്ളൂ. രാഷ്ട്രീയമായ ഐക്യത്തിനപ്പുറത്ത് പദവികൾ സംബന്ധിച്ച ചില ധാരണകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ബന്ധങ്ങൾ, അത് മാത്രമേ ഉള്ളൂ BDJSും BJPയും തമ്മിൽ? ഇവിടെ SNDPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BDJS എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. SNDPയിൽ ഒരു വിഭാഗം BDJS രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തു. അതിൻ്റെ സ്ഥാപക നേതാവ് എല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്നു BJPയും BDJSും തമ്മിൽ ഭിന്നതയുണ്ട് എന്ന്. തുഷാർ നടേശൻ അത് നിഷേധിച്ചെങ്കിലും ചില തർക്കങ്ങളുണ്ട് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ സംഘടിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച BDJS ഇന്നിപ്പോൾ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻ മുതൽ രാജ്യസഭാ സീറ്റ് വരെ നേടാനുള്ള പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്തൊരു തമാശയാണ്. BDJS മതേതര പാർട്ടിയാണ്. മതേതര പാർട്ടിയായ BJPയോടൊപ്പമാണ് ഞങ്ങൾ പോയത്. ഇന്ന് ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരാൾ പറയുമോ BJP മതേതര പാർട്ടിയാണെന്ന്? ന്യൂനപക്ഷ ദളിത് വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ മതേതര പാർട്ടിയാണോ? ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല കശാപ്പ് ചെയ്യുന്നത്, ദളിതന്മാരെ കശാപ്പ് ചെയ്യാണ്, മനുസ്മൃതി നടപ്പാക്കുകയാണ്. ഇപ്പം BDJSന്റെ നിലപാടെന്താ? അതാണ് പറയേണ്ടത്. അല്ലാതെ കേന്ദ്ര ബോർഡ് ചെയർമാൻ മുതൽ രാജ്യസഭാ സീറ്റ് വരെയുള്ള പങ്കുവെക്കലാണോ? അതിനാണോ BDJS രൂപീകരിച്ചത്? നിങ്ങൾ അണികൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ ചോദ്യമാണ് അണികൾ ചോദിക്കുന്നത്. നേതാക്കന്മാരുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ നിങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നു. പക്ഷെ നിങ്ങളിപ്പോൾ പറയുന്നു കേന്ദ്ര കോർപ്പറേഷൻ ചെയർമാൻ മുതൽ രാജ്യസഭാ സീറ്റ് വരെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഭിന്നത പ്രത്യയശാസ്ത്രപരമാണ്, ദാർശനികപരമാണ്. ഗുരുവിൻ്റെ ദർശനവുമായി ഒരിക്കലും പൊരുത്തപ്പെടില്ല RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇതവർ പറയൂല. ഒരു ചെയർമാൻ സ്ഥാനം കിട്ടിയാൽ ഇതെല്ലാം മറക്കും, ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ ഇതെല്ലാം മറക്കും. എന്നിട്ട് MS കുമാർ പറയുന്നു ഇത് ഞങ്ങൾ ആഭ്യന്തര പ്രശ്നമാണെന്ന്. ഇത് തമ്മിൽ തർക്കമുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ആദ്യ ഇടവേള ചർച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞത് എന്താ? ഒരു സ്ഥാനമാനത്തിൻ്റെ കാര്യവും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം MS കുമാർ എന്താ പറഞ്ഞേ? അതൊന്നും ഞാനറിയില്ല, ലിസ്റ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയല്ല BDJS. ഇപ്പം അദ്ദേഹവും പറയുന്നു BDJSന് ചില പദവികൾ
ചർച്ച ചെയ്ത് പരിഹരിച്ച് ഞങ്ങൾ കൊടുക്കും. അപ്പം നിങ്ങൾ ഒരു ദർശനത്തെ പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപരമായി രൂപീകരിച്ചതല്ല. അതാണ് തർക്കമില്ലെന്ന് MS കുമാർ പറഞ്ഞിട്ടില്ലേ? എല്ലാം ഒരു തർക്കമില്ല എന്ന് MS കുമാർ പറഞ്ഞില്ലേ? ഈ മീഡിയ വണ്ണിലൂടെ പറഞ്ഞില്ലേ? ഒരിക്കൽ കൂടി കാണിച്ചത് മനസ്സിലാവില്ല. വട്ടം ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞു ഉള്ള തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇപ്പൊ രണ്ടാമത് പറഞ്ഞു ഒരു തർക്കവും ഇല്ല. സ്ഥാനമാനങ്ങളുടെ തർക്കമല്ലല്ലോ. അപ്പൊ പിന്നെ എന്താ പ്രത്യയശാസ്ത്ര ദർശനപരമാ? ഇതിൽ സംഗീത വിശ്വനാഥൻ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്. അതുകൂടി കേട്ടതിന് ശേഷം നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ദയവായി ക്ഷമിക്കണം. ഞാൻ ഇടയിൽ കയറി സംസാരിക്കുന്ന ആളല്ല എന്നാലും ഞാൻ പറയുകയാണ്. പറയൂ. ഇവിടെ സ്ഥാനമാനങ്ങളെ ചൊല്ലി യാതൊരു തർക്കവും നിലവിലില്ല എന്ന് വളരെയധികം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും വല്ല ഹിഡൻ അജണ്ടയുണ്ട്. ഈ ബന്ധം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഹിഡൻ അജണ്ട മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യാമോഹം മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഥവാ BJP നൽകിയ സ്വീകരിക്കില്ല അത് പറയോ? BDJS ഒരു സ്ഥാനവും വേണ്ട. ഇല്ല, ഒരിക്കലുമില്ല. ഒരു ഘടകകക്ഷിയായിട്ട് BDJS നിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും സ്വാഭാവികം മാത്രമാണ് ഘടകകക്ഷികൾക്ക് സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് തന്നെ കരുതണം. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് തടസ്സം ഉണ്ടാകാനിടയില്ല. പക്ഷേ അതേ അതൃപ്തി ആ പാർട്ടിക്കുള്ളിൽ. പറയൂ ജയരാജൻ വ്യത്യസ്തമായി പറയുക. MS കുമാർ പെട്ടെന്ന് ശ്രീ ജയരാജൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിലില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് ആവർത്തിച്ചവർ പറയുന്നതാണെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു, അങ്ങനെയല്ല. എന്തെങ്കിലും പരാതികളോ വിഷമങ്ങളോ ഘടകകക്ഷി എന്നുള്ള BDS നേതൃത്വത്തിനുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതേ ഞാൻ വളരെയധികം നന്ദി ശ്രീ MS കുമാറൊപ്പം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, MV ജയരാജൻ, ശ്രീ K ഗോപിനാഥൻ, SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.